നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവരുടെ വലയിൽ ചെന്ന് പെടരുത്. പക്ഷേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക വേണം. ഇവിടെ കൊണ്ടുവരാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ കിടക്കില്ലായിരുന്നു. എല്ലാം തകർത്തതാ അഞ്ജലിയാ. അവളുടെ ഒടുക്കത്തെ ഡ്രൈവിംഗാ. ഡോക്ടർ, എന്റെ അച്ഛൻ. ഇങ്ങനെ സങ്കടപ്പെട്ടാൽ നമുക്ക് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റില്ല വിക്കി. രാജ്മോഹനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാ ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. അത് മരുന്നും ചികിത്സയും കൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് നിങ്ങൾ അടുത്ത ബന്ധുക്കളുടെ സഹായം കൂടി വേണം. വിക്കി ഈ അവസ്ഥയിൽ അച്ഛനോട് നല്ലോണം സംസാരിക്കണം. അബോധാവസ്ഥയിലാണെങ്കിലും രാജ്മോഹൻ ഒരുപക്ഷെ അതൊക്കെ കേൾക്കാനും പറ്റും. അങ്ങനെ നിരന്തരം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സുണരും. മനസ്സ് ശരീരത്തെ ഉണർത്തും. അതുകൊണ്ട് വിക്കി അച്ഛനോട് നന്നായി സംസാരിക്കണം. ഇയാളെ തീർക്കാൻ ഇതിലും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. പൾസ് വല്ലാതെ വീക്കായല്ലോ. ഒരു കാര്യം ചെയ്യാം, പേഷ്യന്റിന് ഓക്സിജൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് പുറത്തു നിൽക്ക് പ്ലീസ്. ഡോക്ടർ, മോനെ, ഏട്ടനിപ്പോ എങ്ങനെയുണ്ടാ? പറ വിക്കി, അങ്കിളിന് എങ്ങനെയുണ്ട്? ബോധം വന്നോ? നിന്നോട് വല്ലതും സംസാരിച്ചോ? ഇവനകത്ത് പോയി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും ഒന്ന് പറ മോനെ. നീ അച്ഛൻ എന്താ ചെയ്തേ?
കാര്യത്തിൽ ഒരു മിറക്കൽ സംഭവിച്ചു. രാജ്മോഹന്റെ പൾസ് നോർമലായി. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. വിക്കി അകത്ത് വന്ന് രാജ്മോഹനെ കണ്ടതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായത്. നിന്റെ അച്ഛനെ രക്ഷിച്ചത് നീയാണ് മോനെ. നിന്റെ സാന്നിധ്യമാ രാജ്മോഹനെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയത്. ഗുഡ്. ഡോക്ടർ, അച്ഛനെ ഞാനൊന്ന് കയറി കണ്ടോട്ടെ? തീർച്ചയായും കണ്ടോളൂ. അഞ്ജലി നിന്നേ. നീ എന്തിനാ എന്റെ വിക്കിയുടെ കോളർ കയറി പിടിച്ചത്? ഞങ്ങൾ ആരും കേൾക്കാതെ നീ എന്താ അവനോട് പറഞ്ഞത്? നിങ്ങളുടെ ഭർത്താവിനെ കണ്ടായിരുന്നോ? എന്റെ ഭർത്താവ് ഐസിയിൽ കിടക്കുമല്ലേ? അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നോ? ഐസിയുവിൽ സീരിയസ് ആയി കിടക്കുന്ന ഒരു രോഗി എങ്ങനെ ഇറങ്ങിപ്പോകാനാ? പിന്നെ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത് എന്തിനാ? എന്റെ മോളുടെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഇക്കയ്ക്ക് എന്തു പറ്റി? ദൈവമേ, ഇനി എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി വല്ല അപകടം പറ്റി കാണുമോ? എന്താ ഉണ്ടായത്? ഐസിയിൽ കിടന്ന ഇവരുടെ ഭർത്താവിനെ കാണുന്നില്ല ഡോക്ടർ. കാണുന്നില്ലെന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? അത് ഡോക്ടർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എന്നെ ബാത്റൂമിൽ പൂട്ടിയിട്ടിട്ട് അയാളെ രക്ഷപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ സെക്യൂരിറ്റി ഇൻഫോം ചെയ്തോ? ഇല്ല ഡോക്ടർ, അത് ചെയ്യാൻ പോകുമ്പോഴാ ഇവരെ ബഹളം വെച്ചത്. പെട്ടെന്ന് പോയി സെക്യൂരിറ്റിയുടെ വിവരം പറയണോ? ഓക്കെ ഡോക്ടർ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തു പരിഹാരം? എന്റെ മരുമോനെ തിരിച്ചു കിട്ടണം. അതിൽ കുറഞ്ഞ ഒരു പരിഹാരവും വേണ്ട. ഇവിടെ CCTV ക്യാമറയും ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലമാണ്. നിങ്ങളുടെ ഭർത്താവ് ഈ ഹോസ്പിറ്റൽ വിട്ട് എങ്ങും പോവില്ല. തലയ്ക്ക് പറ്റിയ മുറിവ് കാരണം അയാൾക്ക് എന്തോ ഓർമ്മപ്പശ സംഭവിച്ചു കാണും. നിങ്ങൾ സമാധാനിക്കേ, നമുക്ക് അയാളെ കണ്ടുപിടിക്കാം. ചാച്ചങ്ങി വന്നേ. ചാച്ച, അവൻ രക്ഷപ്പെട്ടു കാണോ? ഇനിയിപ്പോ അവനെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കേണ്ട ഉത്തരവാദിത്വം ആശുപത്രിക്കാർക്കാണ്. അവരെ കൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കും. അവൻ എന്തായാലും ആശുപത്രി വിട്ടുപോകാൻ വഴിയില്ല. ഒരു പേഷ്യന്റിനെ കാണാതായ സ്ഥിതിക്ക് അവരത് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലീസ് ഉടനെ എത്തും. അത് നമുക്ക് അപകടമാണ് മോളെ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തി ഇവിടെ നിന്ന് കൊണ്ടുപോകണം. നീ ആ സൈഡ് പോയി നോക്ക്, ഞാൻ ഈ സൈഡ് നോക്കാം. ശരി. ഇത് രാജ്മോഹന്റെ മെഡിക്കൽ റിപ്പോർട്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് അറ്റാക്ക് വരാൻ കാരണം അകത്ത് ചെന്ന പോയിസൺ ആണെന്ന്. അതെ, ഡോക്ടർ പറഞ്ഞതൊക്കെ നീയും കേട്ടല്ലോ. അതൊരിക്കലും ഒരു ആത്മഹത്യാ ശ്രമം ആവില്ല. അങ്കിളിന് അങ്ങനെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഇല്ല താനും. പിന്നൊരു സാധ്യതയുള്ളത് അങ്കിളിന് ആരോ വിഷം കൊടുത്തു എന്നുള്ളതാണ്. അങ്കിള് കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് കുടിച്ച ആ കോഫിയില് ഉറപ്പായിട്ടും വിഷം കലർന്നിട്ടുണ്ട്. ആ കോഫി ഉണ്ടാക്കിയത് ജലജാൻഡിയാ. ജലജാൻഡി ഒരിക്കലും അത് ചെയ്യില്ല. ജലജാൻഡി ഉണ്ടാക്കിയ കോഫിയിൽ അവരറിയാതെ ആരോ വിഷം ചേർത്തു. അതാ ഉണ്ടായത്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. എന്റെ ബലമായ സംശയം നിന്നെയാണ്. അങ്കിള് നിന്നോട് ആ വീട് വിട്ട് ഇറങ്ങാൻ പറഞ്ഞ നിമിഷം മുതൽ അവിടെ നിറങ്ങാതിരിക്കാൻ നീ പലതും പ്ലാൻ ചെയ്തു. അതിലൊരു പദ്ധതിയായിരുന്നു നിന്നോട് വീട് വിട്ട് ഇറങ്ങാൻ പറഞ്ഞ അങ്കിളിനെ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് നീ നടപ്പിലാക്കുകയും ചെയ്തു. അനാവശ്യം പറയരുത്.
ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആളാണ് അങ്കിൾ. അങ്ങനെയുള്ള അങ്കിളിനെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിക്കോ? വിക്കിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് തറവേലകൾ നീ ചെയ്യുമെന്ന് എനിക്കറിയാം. ദേ അഞ്ജലി, നീ നിന്റെ കുരുട്ടുപതി ഇക്കാര്യത്തിൽ എടുക്കണ്ട. എന്തായാലും അങ്കിള് മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ. അങ്കിൾ ആശുപത്രി കിടക്കെ നിന്നൊന്ന് എഴുന്നേൽക്കട്ടെ. അപ്പൊ അറിയാം ഇതിന്റെ വാസ്തവം എന്താണെന്ന്. അങ്കിള് രക്ഷപ്പെട്ടെങ്കിലും നടന്ന ക്രൈം അല്ലാതെ തീരുന്നില്ലല്ലോ. ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടതല്ലേ? ഇങ്ങനൊരു സംഭവം നടന്ന അത് പോലീസിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം ആശുപത്രി മാനേജ്മെന്റിനാണ്. ഇവരത് ചെയ്യാത്തത് അങ്കിളിനെ ഓർത്ത് മാത്രം. ഒരുപാട് കാലമൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നായാലും ഇത് പോലീസിൽ അറിയിക്കേണ്ടി വരും. അവര് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച നിനക്ക് പിടി വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. നിനക്കറിയോ ശ്വേത, ഒരു നുണ ഒരുപാട് തവണ ആവർത്തിച്ച അത് സത്യമായി തീരും. ഇത് ചെയ്തത് നീയാണെങ്കിലും അല്ലെങ്കിലും ഇതിന്റെ ഉത്തരവാദി നീയാണെന്ന് ഞാൻ സ്ഥാപിക്കും. വിക്കിയുടെ അച്ഛനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി നീയായിരിക്കും. നീ വനിതാ ജയില് കണ്ടിട്ടുണ്ടോടി? ഇനിയുള്ള കാലം നിന്റെ ജീവിതം അതിനകത്തായിരിക്കും. മറിമായം അവൻ ഇവിടെ വരെ നിന്നിട്ട് പിന്നെ എങ്ങോട്ട് പോയി? വിക്കി മോനെ, അച്ഛൻ ഇവിടെ ആശുപത്രിയിലാണെങ്കിൽ ഉറപ്പായും അഞ്ജലി ഇവിടെ തന്നെ കാണും. മോളെന്താ ഇവിടെ തന്നെ ഇരുന്ന് കളഞ്ഞ? അങ്കിളുടെ കാര്യത്തിൽ പോലീസ് അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞത് മണ്ടത്തര ചെറിയിച്ച. ജലജാന്റിയുടെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാവുന്നതേ ഉള്ളൂ. എന്ത് വന്നാലും അങ്കിളിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവും. പക്ഷെ മോളെ, ചെറിയച്ചൻ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ജലജാന്റിയെ നമുക്ക് രക്ഷിക്കാം. പക്ഷേ യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടണം. അത് നമ്മുടെ വീട്ടിലുള്ള ആളായാലും പുറത്തുള്ള ആളായാലും അയാളെ നിയമത്തിന് മുന്നിൽ എത്തിച്ചേ പറ്റൂ. എന്തായാലും അങ്കിളൊന്ന് റിക്കവർ ആവട്ടെ. അതിനുശേഷം നമ്മളിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആ ശത്രു അതാരാണെന്ന് നമുക്ക് മനസ്സിലാവും.
അഞ്ജലി എന്താ ക്യാൻറ്റീനിൽ നിന്ന് ഇത്രയും നേരമായിട്ട് വരാതിരുന്നത്? എന്താ അങ്കിളുടെ കാര്യത്തിൽ പോലീസ് കേസ് വേണ്ടെന്ന് വിക്കി പറഞ്ഞത്? അത് പിന്നെ കുഞ്ഞമ്മ. വിക്കി ഒന്നും പറയണ്ട. അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചവർ അവരാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. സത്യത്തെ ഒരുപാട് കാലം മൂടി വെക്കാൻ പറ്റില്ല വിക്കി. ഒരു നാളത് പുറത്തു വരിക തന്നെ ചെയ്യും. അവളുടെ ആ പൊട്ടത്തരം കാരണം അന്ന് ആ കള്ളി വിളിച്ചതായി. എന്റെ സംശയം ശരിയായിരുന്നു. വാച്ചിലെ ട്രാക്കിംഗ് സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചു. അതിനുശേഷം ഞാൻ പുറത്തിറങ്ങുമ്പോ ആ വാച്ച് ഞാൻ കെട്ടാറില്ല. അപ്പൊ അവൾക്ക് കൂടുതൽ സംശയം തോന്നില്ലേ? വാച്ച് ഞാൻ ഓഫ് ചെയ്തേ കയ്യിൽ വെക്കും. അപ്പോൾ ട്രാക്കിങ്ങിൽ അവൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ വീടിനടുത്ത് എത്തുമ്പോ ആ വാച്ച് ഞാൻ ഓൺ ചെയ്യും. ഇതാണ് എന്റെ പതിവ്. ഈ അഞ്ജലി എന്ന് പറയുന്നവള് നമ്മൾ വിചാരിച്ച പോലെ അല്ല. ബുദ്ധിരാക്ഷസി അവള്. അതുകൊണ്ടാണല്ലോ ഇവൻ അവിടെ വിക്കിയായി പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുന്നത്. നീ എന്താ കോണ്ടാക്ട് ലെൻസ് വെക്കായിരുന്നത്? ഒറിജിനൽ വിക്കിയെ കാണാൻ വരുമ്പോ അപരനായി എനിക്ക് എന്തേലും ഒരു വ്യത്യാസം വേണ്ടേ? അതുകൊണ്ട് തൽക്കാലം അത് ഒരു വണ്ടിയിൽ വെച്ചിട്ടാ ഞാൻ വന്നേ. തിരിച്ച് വീട്ടിൽ കയറുമ്പോ അത് വയ്ക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളി. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അല്ല, എവിടെ നമ്മളെയൊക്കെ പറ്റിച്ച് കടന്നു കളഞ്ഞ എന്റെ അപരൻ വിക്കി. അവനല്ല അപരൻ, അത് നീയാണ്. നീയാണ് വിക്കിയുടെ അപരൻ, അത് നീ മറക്കണ്ട. ഒരു തമാശ പറഞ്ഞല്ലേ ചായ? കഴിഞ്ഞ തവണ അവന് നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു. അതുകൊണ്ടാണ് അവന് നമ്മളെ പറ്റിച്ച് രക്ഷപ്പെടാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവന്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. ആ, അതേതായാലും നന്നായി ചായ. അവൻ മുകളിലത്തെ മുറിയിലുണ്ട്, നീ വേണമെങ്കിൽ ചെന്ന് കണ്ടോ. ഹലോ, നീ ആരാ? അപരൻ. ഞാൻ നിന്റെ അപരൻ. നിന്നെ അവരിങ്ങോട്ട് തട്ടിക്കൊണ്ട് വന്നപ്പോ മുതൽ നിന്റെ വീട്ടിൽ നിന്റെ റോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന നടൻ. ഇത് ചീറ്റിങ്ങാ? അതെ, ഇത് ചീറ്റിംഗ് ആണ്. നിന്റെ അച്ഛനെയും ഭാര്യ അഞ്ജലിയെയും നിന്നെ മാത്രം മോഹിച്ചു കഴിയുന്ന ശ്വേതയെയും നിന്റെ വീട്ടുകാരെയും മുഴുവൻ ഞാൻ ചീറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ ഇനിയും പഠിച്ചില്ലല്ലേ? നിന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചതിന്റെ പിന്നിൽ ഞങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതുവരെ ഞാൻ വിക്കിയായിട്ട് നിന്റെ വീട്ടിൽ തുടരും. വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിനക്കറിയണ്ടേ? നിന്റെ അച്ഛനും നീയും തമ്മിൽ ഉണ്ടായിരുന്ന പിണക്കം ഒരു പരിധിവരെ ഞാനങ്ങ് മാറ്റി. പിന്നെ ഞാൻ നിന്റെ പാചകവും സോഷ്യൽ മീഡിയ വിളയാട്ടവും ഒക്കെ അങ്ങ് നിർത്തി. ഇപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നതേ നിന്റെ അച്ഛൻ രാജ്മോഹന്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ എങ്ങനെ കയറിപ്പറ്റാമെന്ന. ഓ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയി. ഇതിന്റെ ഇടയ്ക്ക്
ഞങ്ങൾ നിന്റെ അച്ഛൻ രാജ്മോഹനെ ഒന്ന് കൊല്ലാൻ നോക്കി. പക്ഷേ നിന്റെ ഭാര്യ അഞ്ജലി കാരണം അയാള് രക്ഷപ്പെട്ടു. അവളെ അയാളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചു. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയ? നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടേ? പണം, നിന്റെ അച്ഛന്റെ ബിസിനസ് സാമ്രാജ്യം, ഇത് രണ്ടും എനിക്ക് വേണം. അത് രണ്ടും ഞങ്ങളുടെ കയ്യിലായി കഴിഞ്ഞാ പിന്നെ നിനക്ക് ഇവിടുന്ന് പോവാം. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഇതിനൊക്കെ എണ്ണി എണ്ണി നിന്നോട് ഞാൻ കണക്ക് ചോദിക്കൂടാ. അതിന് നീ ഈ മുറിന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? അന്നത്തെ പോലെ കൂടുതൽ വിളച്ചില് കാണിച്ച് അതിബുദ്ധി കാണിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ ഭാര്യ അഞ്ജലി, അവൾ എന്റെ കൂടെ ആണെന്നുള്ള സത്യം നീ മറക്കണ്ട. നീ എന്റെ അഞ്ജലിയെ പേടിക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നീ ഇവിടെ എന്തെങ്കിലും അഭ്യാസം കാണിച്ചാൽ അത് സംഭവിക്കും. ജഗന്നാഥൻ അങ്കിളാണല്ലോ ഇരുന്ന രാത്രിയില്. ഹലോ അങ്കിൾ. മോൾ ഉറങ്ങിയായിരുന്നോ? ഇല്ല അങ്കിൾ. അതെ, ഞാൻ മോളെ വിളിച്ചതേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാ. എന്താ അങ്കിൾ? മൊത്തത്തിൽ ചില ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. ഗൂഢാലോചനയോ? അങ്കിൾ എന്താ പറയുന്നേ? അഞ്ജലി അമ്മയെ വിളിച്ചിരുന്നു. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അവളെപ്പോഴും യശോദാമ്മയെ വിളിക്കാറുള്ളതല്ലേ? ഇത് അങ്ങനെയുള്ള സാധാ വിളിയല്ല. പിന്നെ? ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ അങ്കിൾ? അതെ. അവൾ എന്തിനാണ് സ്വന്തം ഭർത്താവിന് വന്ന സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. അഞ്ജലിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് മറ്റാരുമല്ല, എന്റെ അമ്മ തന്നെയാണ്. കുരുട്ട് ബുദ്ധി ഉപദേശിക്കാൻ അവരെ കഴിഞ്ഞിട്ടേ ഈ ഭൂമി ലോകത്താരുള്ളൂ. വിക്കി അങ്കിളിന്റെ ബിസിനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ അഞ്ജലിയും യശോദാമ്മയും ശ്രമിക്കുന്നത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല അങ്കിൾ. അത് തന്നെയാണ് ഞാനും ചിന്തിച്ചത്. എനിക്കും മനസ്സിലാവുന്നില്ല. എന്തായാലും മോളൊന്ന് സൂക്ഷിക്കണം. താങ്ക് യു അങ്കിൾ. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ വിവരങ്ങളൊക്കെ എന്നെ വിളിച്ചു പറയാൻ അങ്കിളിന് തോന്നിയല്ലോ. ശത്രുവിന്റെ കൂടെയുള്ള ശത്രു മിത്രം എന്നാണല്ലോ അല്ലേ? അഞ്ജലി എന്റെ ശത്രുവാണ്. എന്റെ മകന്റെ ജീവിതം നശിപ്പിച്ചത് അവൾ ഒറ്റ ഒരുത്തിയാണ്. അതുകൊണ്ട് അവൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏതായുധവും ഞാൻ വെറുതെ കളയില്ല മോളെ. ഗുഡ്. എന്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ അങ്കിളിനെ വിളിക്കാം. എനിക്ക് അങ്കിളിന്റെ ചില സഹായങ്ങളൊക്കെ വേണ്ടി വരും. ഈ കാര്യത്തിന് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. മോൾക്ക് എപ്പ വേണമെങ്കിലും എന്നെ വിളിക്കാം. ശരി അങ്കിൾ. ഓക്കെ. ഈ വീട്ടിലെ സമാധാനം തകർക്കാനും വന്ന വിഷവിത്താണ് നീ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. എന്താ മോളെ അഞ്ജലി, സത്യത്തിൽ നിനക്ക് എന്താ സംഭവിച്ചേ? രാജേട്ടനും വിക്കിയും തമ്മിലുള്ള പിണക്കം മാറിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നീയല്ലേ മോളെ? വിക്കി ഓഫീസിൽ പോവുകയും രാജിനെ സഹായിക്കുകയും ചെയ്യുന്നതില് നിനക്കെന്താ മോളെ പ്രശ്നം?
എന്തായാലും ഓഫീസിൽ പോകുന്നതിൽ നിന്ന് വിക്കിയെ നീ തടയാൻ ശ്രമിച്ചത് ശരിയായില്ല അഞ്ജലി. അത് പിന്നെ ജലജാന്റെ നീ ഒന്നും പറയണ്ട. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളൊക്കെ കേട്ടതാ. അതില് ഒരു ന്യായമില്ല അഞ്ജലി. രാജൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ കണ്ട ബിസിനസ്സുകൾ മുഴുവൻ നാളെ നോക്കി നടത്തേണ്ടത് വിക്കി തന്നെയല്ലേ? രാജനും വിക്കിയും തമ്മിലുള്ള പിണക്ക് അവസാനിപ്പിക്കാൻ ഞാൻ നേരാത്ത നേർച്ചകളില്ല. ഒടുവിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടി. അപ്പോഴാ നീ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. വലിയ സങ്കടമുണ്ട് മോളെ. എന്തായാലും വിക്കി ചേട്ടന്റെ ഓഫീസിൽ പോയി തുടങ്ങട്ടെ. അവൻ ബുദ്ധി സാമർഥ്യമുള്ള ആളല്ലേ. പതുക്കെയാണെങ്കിലും അവൻ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. നീ ആയിട്ടിനി അതിനെതിരൊന്നും നിൽക്കണ്ട അഞ്ജലി. ഇനിയിപ്പോ രാജൻ നിന്നെ മരുമകളായി അംഗീകരിക്കാത്തതാണ് നിന്റെ പ്രശ്നമെങ്കിൽ ഇതോടെ അതിനും പരിഹാരമാവും. രാജന്റെ ബിസിനസ്സുകൾ മുഴുവൻ വിക്കി ഏറ്റെടുക്കുന്നതോടെ വിക്കിയും രാജനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അതോടെ വിക്കിയുടെ ഭാര്യയായി നിന്നെ രാജൻ അംഗീകരിക്കേണ്ടതായി വരും. അതോടെ നീ ആയിത്തീരും ഈ വീട്ടിലെ മരുമകൾ. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ മോളെ അനുകൂലമായിട്ട് ഒരു വാക്കുപോലും പറയാത്തെ? നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും അതൊന്നും ഇപ്പോ അച്ഛമ്മയുടെയും ജലജാന്റെയും തലയിൽ കയറില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ വിക്കി അങ്കിളുടെ ഓഫീസിൽ പോകുന്നതും അങ്കിളുടെ ബിസിനസ് ഏറ്റെടുക്കുന്നതും വലിയ അപകടം തന്നെയാ. ഞാനിപ്പോ പറഞ്ഞതിന്റെ അർത്ഥം കുറച്ചു കാലം കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ എനിക്ക് പറയാനുള്ളൂ. ഈ വീട്ടിലെ സമാധാനം തകർക്കാനും വന്ന വിഷവിത്താണ് നീ. ഇനി ആകാശം ഇടിഞ്ഞു വീണാലും നിന്നെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല.